രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അപ്രതീക്ഷിത ഉയർച്ച താഴ്ചകൾ നേരിട്ടിട്ടുള്ളയാളാണ് ഒ പന്നീർശെൽവം എന്ന ദ്രാവിഡ നേതാവ്. കളിപ്പാവ എന്ന പരിഹാസമടക്കം നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ജയലളിതയുടെ വിശ്വസ്തനായി നിന്നിട്ടുണ്ട് OPS. എന്നിട്ടും ജയലളിതയുടെ മരണശേഷമുള്ള അധികാര തർക്കങ്ങളിൽ പരാജയപ്പെട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായി. അധികാര തർക്കകാലത്തും അതിനു മുമ്പും പിമ്പുമെല്ലാം താൻ AIDMK തന്നെയെന്ന് പന്നീർശെൽവം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ പന്നീർശെൽവവും അദ്ദേഹത്തിൻ്റെ AIDMK കേഡർ റൈറ്റ്സ് റിട്രീവൽ കമ്മിറ്റിയും NDA മുന്നണി വിടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനത്തിന് മുമ്പും ശേഷവും DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുക കൂടി ചെയ്ത് തമിഴ്നാടിനെയും ദേശീയ രാഷ്ട്രീയത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് പന്നീർശെൽവം. OPS ലക്ഷ്യം വെക്കുന്നത് എന്താണ്? DMKയോട് അദ്ദേഹം അടുക്കുമോ? ആദ്യം RDX റാപ്പ്. മുന്നണിക്കുള്ളിൽ ഒറ്റപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നെന്ന വിലയിരുത്തലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഒ പന്നീർശെൽവത്തിന്റെ നിർണായക തീരുമാനം. ആൽവാർപേട്ടിലെ ഹോട്ടലിൽ ചേർന്ന AIDMK OPS വിഭാഗം നേതൃയോഗത്തിലാണ് പന്നീർശെൽവം തീരുമാനം പ്രഖ്യാപിച്ചത്. അപമാനം സഹിച്ച് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് പന്നീർശെൽവം യോഗത്തിൽ വ്യക്തമാക്കി. 2 ചിഹ്നം അനുവദിക്കുന്നതിലെ അധികാര തർക്കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം വരുന്നതുവരെ NDAയിൽ തുടരണമെന്ന് അനുയായികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും OPS തയ്യാറായില്ല. മുന്നണി വിടൽ പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വസതിയിലെത്തി OPS കൂടിക്കാഴ്ച നടത്തിയതാണ് ഏറെ നിർണായകം. AIDMKയുടെ മുതിർന്ന നേതാവ് ബദ്ധശത്രുവായ DMK നേതാവിനെ കണ്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ചർച്ചയാകുന്നത്. പന്നീർശെൽവം വിജയുടെ തമിഴ് വെട്രി കഴകത്തിന് കൈകൊടുത്തേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. തേവർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള OPS AIDMK വോട്ട് വിഭജിക്കുമെന്നതിൽ സംശയമില്ല. RDX റാമ്പ് ന്യൂസ് മലയാളം. ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. OPS DMKയോട് അടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വ്യാഴാഴ്ച പ്രഭാത സവാരിക്കിടെ പന്നീർശെൽവവും MK സ്റ്റാലിനും തമ്മിൽ കണ്ടു. യാദൃശ്ചികമാണെന്ന് കരുതി NDA വിടുന്നതായി പന്നീർശെൽവത്തിൻ്റെ പ്രഖ്യാപനം പക്ഷേ ഇതിന് പിന്നാലെ തന്നെ വന്നു. അതിനുശേഷം വൈകിട്ട് മകനും മുൻ MPയുമായ രവീന്ദ്രനാഥിനൊപ്പം സ്റ്റാലിൻ്റെ വസതിയിലെത്തുകയും ചെയ്തു. അദ്ദേഹം രാഷ്ട്രീയം സംസാരിച്ചില്ല, ആരോഗ്യപരം അന്വേഷിക്കാൻ എത്തിയത് എന്നാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്. DMKയോട് അടുക്കുകയാണോ? രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പന്നീർശെൽവം പിന്നീട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഒരു മുന്നണിയിലുമില്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തും സംഭവിക്കാം എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. OPSന് നന്ദി അറിയിച്ച് സ്റ്റാലിനും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു എന്നുകൂടെ നമ്മൾ കാണുന്നു. DMKയോട് അടുത്താൽ OPSന് അണികളെ കൂടെ നിർത്താനാകുമോ എന്നതിൽ പക്ഷേ സംശയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിജയിയുടെ TVKയുമായി പന്നീർശെൽവം കൈകോർക്കാനുള്ള സാധ്യതകളും ചർച്ചകളിലുണ്ട്. TVK ഇതുവരെയും AIDMK വിമർശിച്ചിട്ടില്ലാത്തതിനാൽ അണികളും പിന്തുണയ്ക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. OPSന്റെ പിന്തുണ സ്വീകരിച്ചാൽ പളനിസ്വാമി വിഭാഗം TVKയോട് അകലും എന്നതാണ് അതിലെ ഒരു സാഹചര്യം. വോട്ട് ബാങ്ക് വിലയിരുത്തിയാകും ഇക്കാര്യത്തിൽ TVKയുടെ വിജയുടെ അന്തിമമായുള്ള തീരുമാനം ഉണ്ടാവുക. BJP അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയോ എന്ന ചോദ്യം വരുന്നത് മോദിയുടെ തമിഴ്നാട് സന്ദർശന വേളയിൽ അവഗണിച്ചു. കാണാൻ അനുവദിച്ചില്ല മോദി അദ്ദേഹത്തെ. അമിത്ഷായുടെ സന്ദർശന സമയത്ത് അതിഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. 2026 ലക്ഷ്യമിട്ട് BJP വീണ്ടും പളനിസ്വാമിയോട് അടുക്കുന്നതിലും അതൃപ്തിയുണ്ട്. 2018 നിർമ്മല സീതാരാമനെ കാണാൻ വസതിക്ക് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്. മുൻ മുഖ്യമന്ത്രിക്ക് 12% വരുന്ന തേവർ സമുദായത്തിലെ സ്വാധീനം ഉപയോഗിച്ച് കിങ് മേക്കറാകാനാണ് ലക്ഷ്യം. തേവർ സമുദായ വോട്ടുകൾ ഭിന്നിപ്പിച്ച് AIDMK സാധ്യതകൾ തകർക്കും എന്ന സാധ്യത മുന്നിൽ നിൽക്കുന്നു. 2021 തേവർ സമുദായത്തിൻ്റെ 55% വോട്ടുകൾ ലഭിച്ചത് AIDMKക്കായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി OPS ഹ്രസ്വകാലയളവിൽ 3 തവണ OPS തമിഴ്നാട് മുഖ്യമന്ത്രിയായി എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. 2001 സെപ്റ്റംബർ 21, 2002 മാർച്ച് 2, 2014 സെപ്റ്റംബർ 28, 2015 മെയ് 23, 2016 ഡിസംബർ 6, 2017 ഫെബ്രുവരി 16. ഈ കാലയളവിലാണ് വായിച്ചപ്പോൾ അങ്ങനെ വായിച്ചാണ് 2 തവണ മുഖ്യമന്ത്രിയായത്. കോടതി ഉത്തരവിനെ തുടർന്ന് ജയലളിത ഒഴിഞ്ഞപ്പോഴാണ് എന്ന് നമ്മൾ കാണുന്നു. ജയലളിതയുടെ വിനീത വിധേയനായ ആജ്ഞാനുവർത്തി വിമർശനം നേരിട്ട നേതാവാണ് അദ്ദേഹം. 3ാം തവണ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് ജയലളിത മരിച്ചതിന് ശേഷമാണ്. പളനിസ്വാമിയുമായുള്ള അധികാരത്തെ തർക്കത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. ജയലളിതയുടെ മരണത്തോടെ പാർട്ടിയിൽ അധികാര തർക്കം രൂക്ഷമായി. ജയലളിത ആഗ്രഹിച്ചത് പന്നീർശെൽവത്തെ ശശികല പിന്തുണച്ചത് പക്ഷേ പളനിസ്വാമിയാണ്, എടപ്പാടി പളനിസ്വാമി. 2017 ഫെബ്രുവരിയിൽ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്തു. 2017 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ശശികലയ്ക്ക് തിരിച്ചടിയായി. 2017 ഫെബ്രുവരി 16 ശശികലയുടെ ആശീർവാദത്തോടെ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയായി. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി അനന്തരവൻ TTV ദിനകരനെ അവർ നിയമിക്കുകയും ചെയ്തു. ശശികല EPS പിന്നീട് ശശികലയുമായി അകന്നു. ദിനകരൻ്റെ നിയമനം അസാധുവാക്കി. ശശികലയെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എടപ്പാടി പളനിസ്വാമി നീക്കി. സംഭവബഹുലമായിരുന്നു അക്കാലം. 6 മാസത്തിന് ശേഷം 2017 ഓഗസ്റ്റിൽ പളനിസ്വാമിയും പന്നീർശെൽവവും വീണ്ടും ഒരുമിക്കുകയായിരുന്നു. ഉപമുഖ്യമന്ത്രിയായി ഒ പന്നീർശെൽവം വീണ്ടും മന്ത്രിസഭയിൽ എത്തുകയുണ്ടായി. OPS കോർഡിനേറ്ററും EPS ജോയിന്റ് കോർഡിനേറ്ററുമായി പുതിയ നേതൃത്വം വന്നു. അന്തരിച്ച ജയലളിതയെ ആജീവനാന്ത ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാർട്ടി.
BJP സഖ്യത്തോടെ നേരിട്ട 2019 ലോക്സഭ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പരാജയപ്പെട്ടു. പരാജയ കാരണം ഇരട്ട നേതൃത്വമാണ് എന്ന വിമർശനം വന്നു. പഴയ രീതി തുടരണം എന്ന ആവശ്യവും ഉയർന്നു വന്നു. ഇതിനെ ഒറ്റയ്ക്ക് പാർട്ടി പിടിക്കാനുള്ള അവസരമായി EPS വിഭാഗം കണക്കുകൂട്ടി. എടപ്പാടി പളനിസ്വാമി 2022 രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും തർക്കമുണ്ടായി. R. ധർമ്മരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള OPS തീരുമാനത്തിൽ എടപ്പാടി അതൃപ്തനായി. ഒറ്റ നേതൃത്വം എന്ന ആശയം ശക്തമാക്കി EPS പക്ഷം ജനറൽ കൗൺസിൽ പിടിമുറുക്കി. എടപ്പാടി 2022 ജൂലൈയിൽ ജനറൽ കൗൺസിൽ യോഗം ചേർന്ന് പനീർസെൽവത്തെ പുറത്താക്കി. 2023 മാർച്ച് 28 എടപ്പാടി പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പാർട്ടി AIADMK. പിന്നാലെ പനീർസെൽവത്തെ പിന്തുണച്ച് ശശികല പക്ഷവും രംഗത്തെത്തുകയായിരുന്നു. പനീർസെൽവം നയിക്കുന്ന AIADMK വിഭാഗമാണ് കേഡർ റൈറ്റ്സ് റിട്രീവൽ കമ്മിറ്റി എന്ന് നമ്മൾ നേരത്തെ വായിച്ച ആ സംഘടന. സ്വന്തം സംഘടന രൂപീകരിച്ചെങ്കിലും പിന്തുണ NDA സഖ്യത്തിലായിരുന്നു പനീർസെൽവം നൽകിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗം മുന്നണി വിട്ടെങ്കിലും OPS അവിടെ തുടരുകയായിരുന്നു ഇതുവരെ. അതിനാണിപ്പോൾ ആ ബന്ധവിച്ഛേദനം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഹർഷൻ നമ്മുടെ ഡാറ്റ ഷീറ്റ്. അതിനകത്ത് എല്ലാ വിവരങ്ങളുമുണ്ട്. സംഭവബഹുലമായ കാലമാണ്. ജയലളിതയുടെ മരണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ പാർട്ടിയിലെ ഇടയിളക്കങ്ങൾ, ഈ രണ്ട് പുതിയ നേതാക്കളെ നമ്മുടെ മുമ്പിലേക്ക് അതുവരെ അപരിചിതരായിരുന്നു സ്വാഭാവികമായിട്ട് കേരളത്തിലെ ആളുകൾക്കെങ്കിലും. പക്ഷേ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് വരുന്നു. 3 തവണ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നു. ഇപ്പോൾ അപ്രസക്തനായിട്ട് പോകുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഒരു വാർത്തയിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? മുമ്പും AIADMKക്ക് ഇതുപോലെ തകർച്ചയുടെ കാലം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ സാഹചര്യമൊക്കെ തന്നെ. അതായത് MGRന്റെ മരണശേഷം ജാനകി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയാവുന്നു. ജയലളിത പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ആകെ തകർച്ചയുണ്ടാവുന്നു പിന്നീട്. പക്ഷേ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ജയലളിത എന്നുള്ള ഒരു അപാരമായ നേതൃശേഷിയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വീണ്ടും ആ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു, സംഘടനയെ തിരിച്ചു കൊണ്ടുവന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ DMKയുടെയും AIADMKയുടെയും പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമൊന്നുമില്ല. ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന 2 പാർട്ടികളാണത്. അല്ലാത്ത തർക്കങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ കേഡർ സംവിധാനമുള്ളത് DMKയ്ക്കാണ്. ഇപ്പുറത്ത് ഒരു താരപ്പകിട്ടോടെ ഇപ്പുറത്ത് AIADMKയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിലേക്ക് വന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രൻ, അദ്ദേഹം തേവർ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. ഈ OPSന് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് കരുതുന്നതും ഈ തെക്കൻ തമിഴ്നാട്ടിൽ നിന്നുള്ള തേവർ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. അപ്പോൾ അതിൽ BJPക്ക് അങ്ങനെ അത്യാവശ്യമുള്ള ഒരാളല്ല, ഒരു നേതാവല്ല ഇപ്പോൾ OPS. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ AIADMKയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പാർട്ടി എടപ്പാടി പളനിസ്വാമിയുടെ കയ്യിൽ തന്നെയാണ്. എടപ്പാടി പളനിസ്വാമി BJPയോട് അടുക്കണമെങ്കിൽ, അതായത് NDAയോട് അടുക്കണമെങ്കിൽ പാർട്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മുടെ പോലീസുകാരനെ മാറ്റുന്നത്. അണ്ണാമലയെ മാറ്റിയിട്ട് അവിടെ നൈനാർ നാഗേന്ദ്രൻ വരുന്നു. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഗ്രാൻഡ് പ്ലാൻ അവർക്കുണ്ട്. ആ പ്ലാൻ ഇടയ്ക്ക് സത്യത്തിൽ അവർക്ക് ആവശ്യമില്ലാത്ത ഒരു കക്ഷിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് എടപ്പാടി പളനിസ്വാമി ഇനി ഈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ ഒരു കാലത്തും വരരുത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടരുതെന്ന്. ക്ഷമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണിത്. ആ ശ്രമത്തിൽ ഒരുപക്ഷെ ഈ മാറ്റം കൊണ്ട് ഈ തെക്കൻ തമിഴ്നാട്ടിലെ ഈ പ്രദേശം ഉണ്ടല്ലോ, ഇപ്പോൾ തേനി, പെരിയകുളം, ബോഡി നായ്ക്കന്നൂർ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രദേശങ്ങളിൽ DMKയ്ക്ക് ഈ പറയുന്ന കരുത്തില്ല. തുടർച്ചയായി ജയിച്ചു വരാനുള്ള ഒരു ശേഷിയൊന്നുമില്ല. അത് AIADMKയുടെ പരമ്പരാഗത കേന്ദ്രങ്ങളാണ്. തേവർ സമുദായത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ അനുകൂലമായ ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഇയാളുടെ സാന്നിധ്യം DMKയ്ക്ക് അത് ഗുണമാണ്. ഇനി അപ്പുറത്ത് നോക്കിയാൽ ഇപ്പോൾ വിജയുടെ പാർട്ടിക്കും ഇത് ഗുണമാണ്. പക്ഷേ ഈ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ തൽക്കാലം മുന്നിൽ, അതായത് വിജയ്ക്ക് അത്രത്തോളം രാഷ്ട്രീയ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും മുന്നിൽ സ്റ്റാലിൻ തന്നെ ആയതുകൊണ്ട് രാവിലെ അപ്രതീക്ഷിതമായ ഒരു പ്രഭാത നടത്തം, അതിനുശേഷം അതെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, വൈകുന്നേരം ഇവർ വീട്ടിൽ കണ്ടുമുട്ടുന്നു. ആ നിലയ്ക്ക് വളരെ വേഗത്തിൽ ഈ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ DMKയ്ക്ക് ഗുണമുണ്ടാകുന്ന ഒരു നേട്ടമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയം, അതായത് 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. അത്ര വലിയ രാഷ്ട്രീയ നേട്ടമൊന്നും പനീർസെൽവത്തിന് ഉണ്ടാവാനും പോകുന്നില്ല. ഇതിനകത്ത് DMKയുമായിട്ട് ചേരുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവിടെ ചർച്ച നടക്കുന്നത്. പിന്നെ ഈ പോയി കണ്ടത് ആദ്യം കണ്ടത് യാദൃശ്ചികമായിട്ട് നടക്കുമ്പോൾ കണ്ടു. രണ്ടാമത് കണ്ടത് സ്റ്റാലിന് അസുഖം ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് സ്റ്റാലിനെ സ്വാഭാവികമായിട്ടൊരു കേട്ടിസി ചെന്ന് കണ്ടു, മകൻ്റെ കൂടെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉണ്ടായിരുന്നു അവിടെ എന്ന് പറയാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അസ്വാഭാവികമാണ്. അതിനകത്ത് ഒരു പ്രശ്നം പക്ഷേ ഉള്ളത് DMKയോട് ചേരുക എന്നുള്ളതിൽ ഒരു വലിയ പ്രശ്നം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കോർ സംഗതി ഇദ്ദേഹം ജയലളിതയുടെ ഏറ്റവും അടുത്ത ആളാണെന്ന്. അതായത് ജയലളിത ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പിൻഗാമിയായിട്ട് ഈ കസേരയിരിക്കൂ
സംഗതി ഒരു പപ്പറ്റായിട്ടാണെങ്കിലും അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്, പന്നീർസെൽവമാണ്. അപ്പോൾ ജയലളിതയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലക്കുള്ള ഇദ്ദേഹം ജയലളിതയുടെ ഏറ്റവും കടുത്ത എതിരാളിയുടെ പാളയത്തിലേക്ക്, DMK-യോടുള്ള ശത്രുത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ രാഷ്ട്രീയം മാറിയിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ കാലത്ത് DMK ശത്രുത എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പ്രത്യേകം പറയേണ്ടല്ലോ. അപ്പോൾ ജയലളിതയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഇദ്ദേഹം അങ്ങോട്ട് പോയാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള തേവർമാരും എല്ലാവരുമായിട്ടുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ അനുയായികളും അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വിട്ടു പോകില്ലേ എന്നൊരു സംശയം രാഷ്ട്രീയ നിരീക്ഷണം. അത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം അത്രയും വലിയ തേവർ സമുദായത്തിന്റെ വലിയ പിന്തുണ ഇദ്ദേഹത്തിന് ഇല്ല. അത് ഉള്ള ആളുകൾ പോകുന്ന അതിന്റെ കാരണം ഞാൻ പറയാം. അതായത് തേവർ വോട്ട് ബാങ്ക് എന്നത് പരമ്പരാഗതമായി കേരളത്തിൽ പറയത്തില്ലേ, ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ആണ് എന്ന് പറയുമല്ലോ. ഏതാണ്ട് അതുപോലെ തന്നെ തേവർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ADMK-ക്കൊപ്പമാണ് ഇവിടെ നിന്നിട്ടുള്ളത്, ഈ പ്രദേശത്തെ വോട്ടുകൾ പ്രത്യേകിച്ച്. അപ്പോൾ അത് ഇപ്പോഴും, അതായത് പന്നീർസെൽവം ഇല്ലെങ്കിലും ആ വോട്ടുകൾ അവിടെ തന്നെയാണ് ഏതാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ വലിയ സ്വാധീനശേഷി ഇപ്പോൾ ഇല്ല. ഏതാണ്ട് 2022 ശേഷം പൂർണ്ണമായും ഈ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് തിരസ്കൃതനായ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹം. അതാണ് അധികാരത്തിനപ്പുറം അതിജീവനമാണ് നിലവിൽ OPS-ന്റെ ഒന്നാം പരിഗണന. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വന്തം പ്രസക്തി നിലനിർത്തിക്കൊണ്ടേയിരിക്കുക എന്നത് രാഷ്ട്രീയത്തിൽ ചെറിയൊരു കാര്യമല്ല, തമിഴ്നാട് അരസിയലിൽ പ്രത്യേകിച്ചും. അക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയ നേതാവായിരുന്നു OPS. ജയലളിത കാലത്തും ശശികല കാലത്തും വിനീത വിധേയൻ. ഈ പളനിസ്വാമിക്കൊപ്പം പാർട്ടിയിൽ തുല്യ പദവിയിലേക്ക് ഉയർന്ന സമയത്താകട്ടെ പയറ്റി നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും സഹജമായ വിധേയബോധം OPS-നെ പലപ്പോഴും പിൻകാലിൽ നിർത്തിച്ചു. അപ്പോഴും ചെറുതെങ്കിലും ഒരു അനുയായി വൃന്ദം അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നത് അതിശയകരമാണ്. ഒരിക്കൽ കൂടി ഒരു ബൗൺസ് ബാക്കിന് ശ്രമിക്കുകയാണ് OPS. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം അതിന് ഉതകുന്നൊരു സമയമില്ല. ഒരുപക്ഷെ OPS-ന്റെ ലാസ്റ്റ് ബസ്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രയോഗം വീണ്ടും ശ്രദ്ധേയമാകുന്നത്.